എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം അവിടുന്ന് കാണുകയാണ്. വല്ലാത്ത സന്തോഷം കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവേ പടച്ച റബ്ബേ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ, അങ്ങ് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ നബിയേ, എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യുമോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ഇതങ്ങ് പറയുമ്പോൾ അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ അതാ കരങ്ങൾ ഉയർത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, എന്റെ ആയിഷക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. എന്റെ ആയിഷ അറിഞ്ഞും അറിയാതെയും ചെയ്ത പലതും വലുതും ചെറുതുമായ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളവരെ പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. അവിടുന്ന് ഒരുപാട് ദുആ ചെയ്തു. പഠിച്ചവനെ ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി, സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ഒരുപാട് ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ആയിഷ ബീവി ഇരിക്കുമ്പോൾ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആയിഷ ഞാൻ ദുആ ചെയ്തത് നിനക്ക് വല്ലാത്ത സന്തോഷമായോ ആയിഷ? അത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ എനിക്ക് വല്ലാത്ത സന്തോഷമായി നബിയേ, എനിക്ക് വല്ലാത്ത സന്തോഷമായി നബിയേ. പടച്ചവനെ ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആയിഷ ഓരോ ദിവസവും 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമുണ്ടല്ലോ എന്റെ വരാനിരിക്കുന്ന എന്റെ ഉമ്മത്തുണ്ടല്ലോ, ആ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ദുആ ചെയ്യാറുണ്ട് ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ ദുആ ചെയ്യേണ്ടത്, നമ്മൾ സ്നേഹിക്കേണ്ടത്, നമ്മൾ കാത്തിരിക്കേണ്ടത് ആരെ കാണാനറിയോ? ലോക പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനാ നാം ഒരിക്കലും തന്നെ കണ്ടിട്ടില്ല. പടച്ചവനെ ആ റസൂലാണ് നമുക്ക് വേണ്ടിയിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ മനസ്സിനകത്ത് ദുനിയാവിന്റെ ആഡംബരങ്ങളാണ്, ഇന്നും നമ്മുടെ മനസ്സിനകത്ത് ദുനിയാവിന്റെ ആളുകളാണ്, ദുനിയാവിന്റെ സൗന്ദര്യമാണ്. പക്ഷേ ആരാ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? ആരാ നമുക്ക് വേണ്ടി സ്നേഹം തന്നത്? അത് ലോക പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മുടെ മനസ്സിനകത്ത് ആരാ ദുനിയാവിന്റെ മേഖലയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയാ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വഖത്ത് നമസ്കാര ശേഷം ദുആ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാപ്പയും പോലും ചിലപ്പോൾ 5 വഖത്ത് നമസ്കാര ശേഷം നമുക്ക് വേണ്ടി ദുആ ചെയ്യൂല, നമ്മുടെ മക്കൾ ദുആ ചെയ്യൂല, നമ്മുടെ ഭർത്താവും ഭാര്യയും ദുആ ചെയ്യൂല. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ട് നമ്മളെ സേഫ്റ്റി ഉറപ്പിക്കുന്നു ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള അറഫ ദിവസത്തിന്റെ അന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ.
ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. അവിടുന്ന് സ്വഹാബത്ത് പഠിപ്പിക്കുന്നുണ്ട്, അറഫ ദിവസത്തിന്റെ അന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അറഫയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് ഏറ്റവും കൂടുതൽ വരാനിരിക്കുന്ന തന്റെ ഉമ്മത്തിനാണ് എന്ന് സ്വഹാബത്ത് പഠിപ്പിക്കുക. ആർക്ക് വേണ്ടി ദുആ ചെയ്തത്? ആർക്ക് വേണ്ടി ദുആ ചെയ്തത്? സ്വഹാബത്ത് പറയാണ്, എന്റെ വരാനിരിക്കുന്ന ഉമ്മത്തിന് വേണ്ടിയിട്ട്. അല്ലാഹുവേ പഠിച്ചവനെ, അല്ലാഹുവേ പഠിച്ചവനെ, അല്ലാഹുവേ പഠിച്ചവനെ, ഞങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പഠിച്ചവനെ ഞങ്ങളുടെ ഖൽബിൽ നീ ഉറപ്പിച്ചു തരണേ റബ്ബേ. അവിടത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ.